1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, യേശുവിനൊരു ശരിയായ മൂല്യബോധ്യം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പണം എല്ലായ്പ്പോഴും യൂദാ മോഷ്ടിക്കുമായിരുന്നു. അതവനെ ബുദ്ധിമുട്ടിച്ചില്ല. ശരി, അവൻ അങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും? അതിനുവേണ്ടി അവനോട് യേശു കലഹിച്ചില്ല. അവൻ നാളെ ശരിയാകുമായിരിക്കും. എന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഗദസമനയിൽ വെച്ച് അവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചെന്ന്? പിതാവേ, അങ്ങയോടുള്ള കൂട്ടായ്മ മുറിയാൻ എന്നെ ഇടയാക്കല്ലേ. ആ ക്രൂശിൽ വെച്ച് അങ്ങയോടുള്ള കൂട്ടായ്മ മുറിയാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ്, ഈ പാനപാത്രം മാറ്റാമോ? അതായിരുന്നു അവൻ്റെ വിഷമം. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ആ 3 മണിക്കൂർ പിതാവിനോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും. അതവനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഗദസമനയിൽ 1 മണിക്കൂർ. യൂദാ പണം മോഷ്ടിച്ചപ്പോൾ അവൻ ഒരു 2 മിനിറ്റ് പോലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. അതാണ് ആ മൂല്യബോധ്യം. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ട് ഉള്ളവരും, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും. മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ നാം ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും നാം ധരിക്കും. എന്തുകൊണ്ടാണ് നാം ഇത് അന്വേഷിക്കാത്തത്? കാരണം അത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമല്ല. നാം അപ്രധാന കാര്യങ്ങളെയാണ് പ്രധാനമായിട്ട് കരുതുന്നത്. മീറ്റിങ്ങിന് വരുന്നത് നല്ലതാണ്. മീറ്റിങ്ങിന് വരുന്നത് എൻ്റെ മൂല്യതയുടെ പട്ടികയിൽ താഴത്തെ ഒരു ഐറ്റമാണ്. യേശുവിനെ പോലെ ആകുന്നതിനേക്കാൾ. ദൈവവചനം പ്രസംഗിച്ചതുകൊണ്ട് നാളെ ഞാൻ ജയിലിലായാലും എന്തു ചെയ്യും? നിങ്ങൾക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ആളുകൾ വർഷങ്ങൾ ജയിലിൽ കിടക്കാറുണ്ട്. എനിക്കിന് മീറ്റിങ്ങിന് വരാൻ കഴിയുന്നില്ല. 10 കൊല്ലമായിട്ട് ഞാൻ ജയിലിലാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി നഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റുന്ന നല്ല കാര്യമാണ്. എന്നാൽ എനിക്കതിനുള്ള അവസരമില്ലെങ്കിൽ ശരി, എന്നാലും എനിക്ക് യേശുവിനെ പോലെ ആയിരിക്കാം. അതാർക്കും തടയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ ഉത്സാഹം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ അഭിഷേകം അവർക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്തത്? കാരണം അതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ടാണ് ചിലർക്ക് അവരുടെ ജീവിതത്തിൽ പാപത്തിന്മേൽ ജയമുണ്ടായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ കുടുംബജീവിതം നന്നായിരിക്കുന്നത്? കാരണം പ്രധാനപ്പെട്ട എന്താണെന്ന് അവർക്കറിയാം. എന്തുകൊണ്ടാണ് ചില ക്രിസ്തീയ കുടുംബങ്ങളിൽ തന്നെ സമാധാനം ഇല്ലാതെ ഇരിക്കുന്നത്? കാരണം കുടുംബജീവിതം അല്ല അവർക്ക് പ്രധാനപ്പെട്ടത്, മറ്റു കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. വേദപുസ്തകം പ്രാധാന്യം കൽപ്പിക്കാത്ത കാര്യങ്ങളിലാണ്. പണം ഉണ്ടാക്കുന്നത്, ലോകത്തിൽ അറിയപ്പെടുന്നത്, അത് നല്ലതാണ്. ആ പട്ടികയുടെ താഴെയാണതെങ്കിൽ. യേശു കുറഞ്ഞ വർഷം 12 വർഷം ഒരു മരപ്പണിക്കാരനായിട്ട് ജോലി ചെയ്തു. വളരെ കഠിനമായിട്ട് അധ്വാനിച്ചു. നസറേത്തിലെ പണക്കാരനായ കാർപ്പൻ്റർ ആകാനല്ല അവൻ അധ്വാനിച്ചത്. അവൻ അധ്വാനിച്ച് അവൻ്റെ കുടുംബത്തെ പരിപാലിക്കാനാണ്. നസറേത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ കടയുള്ളവനാണെന്ന് അറിയപ്പെടാനും ആയിരുന്നില്ല. അല്ല, പിതാവിനോടുള്ള കൂട്ടായ്മയാണ് അവൻ പ്രധാനപ്പെട്ടതായി കരുതിയത്. പാവങ്ങളെയും വിധവകളെയും സഹായിക്കുന്നതായിരുന്നു അവന് മുഖ്യം. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നസറേത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ നിങ്ങളും ആവുകയില്ല. ഇല്ല. ചോദ്യം നിങ്ങളുടെ മുൻഗണന എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ മുൻഗണന ശരിയാണെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിൻ്റെ മുഴു ജീവിതത്തിലും ഉണ്ടാകാത്ത വ്യത്യാസം അടുത്ത 1 വർഷത്തിൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. നിങ്ങൾ എന്തിനാണ് മുൻഗണന നൽകുന്നത്? നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ദൈവം നിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ലക്ഷ്യവും ഒന്ന് തന്നെയാണോ? അതോ നിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണോ? നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താ? സ്വർഗീയമാണോ? നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വായിച്ച സങ്കീർത്തനം 8 പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. നമുക്ക് മത്തായി 21 പോകാം. അവിടെ അതേ വാക്യം തന്നെ പറയുന്നുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: യേശു ഒരു കഴുതയുടെ പുറത്ത് കയറി യെരുശലേമിൽ വന്നു. അങ്ങനെ അവൻ ആ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. മത്തായി 21. അങ്ങനെ യേശു ആ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പം 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: മുടന്തരെയും കുരുടരെയും അവൻ സൗഖ്യമാക്കി. ഇവിടെയാണ് നമ്മൾ കാണുന്ന ആ വലിയ വ്യത്യാസം. ആ മഹാപുരോഹിതന്മാർ അവൻ്റെ അടുക്ക് വന്നു. ഇവിടെ മതഭക്തരായിട്ടുള്ള ഈ ലോകത്തിലെ ആളുകൾ, ഈ സ്വർഗീയമായിട്ടുള്ള ആത്മീക മനുഷ്യനും, ചിലപ്പം നമ്മൾ തെറ്റിദ്ധരിക്കും മതഭക്തനായ ഒരു ലൗകിക മനുഷ്യനെയും സ്വർഗീയനായ ഒരു ആത്മീയനെയും. നമ്മളൊരിക്കലും ഈ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യനെ സ്വർഗീയ ആത്മീയ മനുഷ്യനായിട്ട് തെറ്റിദ്ധരിക്കുകയില്ല. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഓ, അവനൊരു ജഡീകനാണ്, ഇവൻ സ്വർഗീയനാണ്. എന്നാൽ നമ്മളിൽ പലരും പല സമയത്തും തെറ്റിദ്ധരിക്കും ഒരു മതഭക്തനെയും ഒരു ആത്മീയനെയും തമ്മിൽ. ഇവിടെ ഈ പുരോഹിതന്മാരും മൂപ്പന്മാരും ഇസ്രയേലിലുള്ള ഏറ്റവും മതഭക്തരായ ആളുകളാണ്. അവർ യേശു ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടപ്പം അതിനുശേഷം അവർ കണ്ടു കുഞ്ഞുങ്ങൾ. അവർ വളരെ ഉച്ചത്തിൽ ദാവീദ് പുത്രന് ഹോശന്ന,
എന്ന് അവർ പറയുന്ന കേട്ടപ്പം അവർക്ക് വളരെ കോപമുണ്ടായി. അവർ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ദേവാലയത്തിൽ ബഹളം ഉണ്ടാക്കുന്നത് നല്ലതല്ല. ആരും ദേവാലയത്തിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് മാന്യത ഉണ്ടായിരിക്കണ്ടേ? അതൊരു ശവസംസ്കാര ശുശ്രൂഷ പോലെ വളരെ മൗനമായിരിക്കട്ടെ, ശരിയല്ലേ? എന്നാൽ യേശുവിന് ഇതേപ്പറ്റി വളരെ വ്യത്യസ്തമായൊരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അവരവനോട് ഇപ്രകാരം ചോദിച്ചു, ഇവരിവിടെ ചെയ്യുന്നത് നീ കാണുന്നില്ലേ? ഈ ദേവാലയത്തിൻ്റെ മാന്യത ഇവർ നശിപ്പിക്കുകയല്ലേ? യേശു ഇപ്രകാരം പറഞ്ഞു, സങ്കീർത്തനം 8 എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. മറ്റൊരു സുവിശേഷ ഭാഗത്ത് അത് ഇപ്രകാരമാണ്, ഇവരെ ആർക്കുന്നത് നിർത്തിയാൽ ഈ കല്ലുകൾ ആർപ്പിടും എന്ന് യേശു പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളൊക്കെ ദേവാലയത്തിൽ ആർപ്പിടുന്നത് കണ്ടപ്പം യേശുവിന് എന്തുകൊണ്ടാണ് ഉത്സാഹം തോന്നിയത്? കാരണം ഞാൻ പറയാതെ എന്തുകൊണ്ടാണെന്ന്. കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. സ്വർഗത്തിലുള്ള ആളുകൾ മുഴുവനും എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉച്ചത്തിൽ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. നമുക്കതിൻ്റെ 1% പോലും കഴിയത്തില്ല. അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, അവരത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്, മുഖത്ത് പ്രസാദത്തോടെ. അതിനുശേഷം അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പം മുഖമൊക്കെ വീർത്ത് വളരെ വിഷാദമുള്ളവരായിട്ടുള്ള ആളുകൾ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കുന്നവൻ കാണുകയാണ്. പരാതിയുള്ളവരായി, പിറുപിറുപ്പുള്ളവരായിട്ട്, എന്നാൽ വളരെ മതഭക്തിയോടെ അവർ ആലയത്തിൽ വരുന്നു, ദൈവത്തെ പറ്റിയൊക്കെ പറയുന്നു. അപ്പോഴാണ് സന്തോഷത്തോടെ ഈ കുഞ്ഞുങ്ങളൊക്കെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അവന് സ്വർഗത്തെപ്പറ്റി ഓർമ്മ വന്നു. അവന് വലിയ സന്തോഷമായി. അവിടെ വളരെ നീണ്ട താടിയൊക്കെ നീട്ടി വളർത്തി, അവരുടെ മുഖം തന്നെ നീണ്ടതാണ്, അതിൻ്റെ കൂടെ താടിയും കൂടെ വളർന്നിരിക്കുന്നു. അവർ ഈ കുഞ്ഞുങ്ങളെ നോക്കി, യേശു ആ കുഞ്ഞുങ്ങളുടെ സൈഡിൽ നിന്നു. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. യേശു എപ്പോഴും ലോകം ഗവനിക്കാത്ത ആളുകളോടൊപ്പം നിന്നു. യേശു മതഭക്തരായ പരീശന്മാരോടൊപ്പമല്ല, ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടൊപ്പമാണ് നിന്നത്. ഇവിടെ ഈ മതഭക്തരായ ആളുകളെക്കാൾ യേശു നിന്നത് ആ കുഞ്ഞുങ്ങളോടൊപ്പമാണ്. ക്രൂശിൽ ആ കള്ളനോടൊപ്പമാണ് യേശു നിന്നത്. അവൻ എപ്പോഴും മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ടവരോട് കൂടെയാണ് നിന്നത്. ദരിദ്രരോടുകൂടെ, കുഷ്ഠരോഗികളെ അവൻ ചേർത്ത് പിടിച്ചു. ഓ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കണം. ആദാമിൻ്റെ മക്കൾ എന്നെ പഠിപ്പിച്ച ആ വ്യാജമായിട്ടുള്ള ആ മാനവും അഭിമാനവും ഞാനതിൽ സഹി കെട്ടിരിക്കുന്നു. എൻ്റെ മൂല്യബോധ്യം ഞാൻ വ്യത്യാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. യേശു ചിന്തിച്ച പോലെ എനിക്കും ചിന്തിക്കണം. അത് ആളുകളെ മുറിപ്പെടുത്തുന്നുണ്ടോ? ശരി, അങ്ങനെ മുറിപ്പെടട്ടെ. യേശുവിൻ്റെ ജീവിതം കൊണ്ട് എത്രയോ ആളുകൾ മുറിപ്പെട്ടു. അവനവൻ്റെ ജീവിതം ജീവിച്ച ഇപ്രകാരമായിരുന്നില്ല. ഞാൻ വളരെയധികം ശ്രദ്ധിക്കണം, ആർക്കും ഒരു വിഷമം ഉണ്ടാകരുത്. മത്തായി 15 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ശിഷ്യന്മാരൊരിക്കൽ വന്ന് യേശുവിനോട് പറഞ്ഞു, നീ ഇപ്പോൾ പറഞ്ഞ പരീശന്മാർ കടർച്ചയായെന്ന് നിനക്കറിയാമോ? യേശു പറഞ്ഞു, അവരെ അവരുടെ വഴിക്ക് വിടുക. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈകളൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവീൻ. അവർക്ക് ഇടർച്ചയായോ ഇടർച്ചയാകട്ടെ, അത്രയേ ഉള്ളൂ. നമ്മുടെ പിതാവിനെ നമുക്ക് പ്രസാദിപ്പിക്കുക. നമ്മൾ പോയി ആളുകൾ കടർച്ച ഉണ്ടാക്കുകയല്ല. എന്നാൽ നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിലൂടെ, സ്തുതിക്കുന്നതിലൂടെ, യേശുവിനെ പോലെ ആകുന്നതിലൂടെ, കൂടുതൽ സ്വർഗീയരാകുന്നതിലൂടെ ഒത്തിരി മതഭക്തർക്ക് നാം ഇടർച്ചയായെന്ന് വരും. അങ്ങനെ ആകട്ടെ. അവർ വ്യത്യാസപ്പെടുന്നവരെ അവർക്ക് ഇടർച്ച ഉണ്ടാകട്ടെ. അവർ സ്വർഗീയരാകുന്നത് വരെ പിന്നെ അവർക്ക് ഇടർച്ച ഉണ്ടാകില്ല. നമ്മൾ ആരോടും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നില്ല. എന്നാൽ യേശു ഈ വഴിയാണ് പോയെന്ന് ഞാൻ കണ്ടാൽ എനിക്കും ആ വഴി പോകണം. കാരണം അവൻ മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗം എന്താണെന്ന് എന്നെ കാണിച്ചു തന്നത്. ഒരാത്മീയൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഭ്രാന്തമായ പല ആശയങ്ങളും നമുക്ക് കാണാം. എന്നാൽ അതെല്ലാം തെറ്റാണ്. യേശുവിനെ നോക്കിയാൽ ഒരാത്മീയൻ എങ്ങനെയാണെന്ന് നമുക്ക് ശരിയായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് അവനെ പോലെ ആകണം. എനിക്ക് കുഷ്ഠരോഗിയോട് കരുണയുള്ളവനായിരിക്കണം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയോട് എനിക്ക് കരുണ കാണിക്കണം. എന്നെ ക്രൂശിക്കുന്നവരോടും എനിക്ക് ക്ഷമിക്കണം. അവർക്കറിയില്ലായിരിക്കും അവരെന്താണ് എന്നോട് ചെയ്യുന്നതെന്ന്. യേശു ക്രിസ്തുവിനെ പോലെ. അതേ സമയത്ത് ഒരു ചാട്ടവാറെടുത്ത് മതത്തിൻ്റെ പേരിൽ പണം ഉണ്ടാക്കുന്നവരെ സഭയിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടി. അതാണ് യേശു ചെയ്തത്. എനിക്കും അതുപോലെ ആകണം. അത് നിങ്ങളെ അപ്രിയനാക്കും. നിങ്ങൾ വിധവകളെ ആശ്വസിപ്പിക്കുകയും കുഷ്ഠരോഗിയെ ചേർത്ത് പിടിക്കുക, അവരുടെ കാല് കഴുകുകയും ചെയ്താൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ അവരുടെ ആചാരങ്ങളെ നിങ്ങൾ കുലുക്കിയാൽ അനേകരും നിങ്ങൾക്കെതിരാകും. എങ്കിലും നാം തുടർന്ന് അതുതന്നെ ചെയ്യും.
അങ്ങനെ നിങ്ങൾ തുടർന്നാൽ യേശുവിനെ ക്രൂശിച്ച പോലെ അവർ നിങ്ങളെയും ക്രൂശിച്ചെന്ന് വരും. ചില അപ്പോസ്തലന്മാരെ അവർ ക്രൂശിച്ചു. ഓക്കെ, ശരി, ഭൂമി വിട്ടുപോകാനുള്ളത് നല്ല വഴിയാണത്. ക്രൂശിക്കപ്പെടുന്നതിനേക്കാൾ നല്ലൊരു വഴിയുണ്ടോ ഈ ഭൂമി വിട്ടുപോകാൻ? നിങ്ങൾ പോയി ഒന്ന് ചിന്തിച്ച് നോക്കൂ. എങ്ങനെ നിങ്ങൾക്ക് മരിക്കണം? ഒരു എയർ കണ്ടീഷൻ റൂമിലാണോ? ട്രിപ്പും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അവിടെ കടന്ന് ഒത്തിരി ആളുകളൊക്കെ നിങ്ങളെ അവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വില കൂടിയ ഒരു ശവപ്പെട്ടി കിടന്ന് നല്ലൊരു ശവമടക്കം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ആളുകൾ നിന്നെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ പോകുന്നു. എനിക്ക് അങ്ങനെ പോകണ്ട. ഞാൻ യേശുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് പോകാനുള്ള ഏറ്റവും നല്ല വഴിയാണത്. എനിക്ക് ആ ബഹുമാനം കിട്ടുമോയെന്നറിയില്ല. ഒരു രക്തസാക്ഷിയാകാന്ന് പറയുന്ന വലിയ ബഹുമാനമാണ്. എല്ലാവർക്കും അത് കിട്ടുന്നില്ല. ഞാൻ പറയും, ദൈവമേ, നീ എനിക്ക് തരുന്നെങ്കിൽ എനിക്കത് വേണം. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളും അത് പറയുമെന്ന്. ഭൂമി വിട്ടു പോകാനുള്ള ഏറ്റവും നല്ല വഴിയാണത്. യേശു മരിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വഴിയിൽ കൂടെ നിങ്ങൾക്ക് മരിക്കാൻ കഴിയുമോ? നിങ്ങൾക്കറിയാം, പത്രോസിനെ അവർ ക്രൂശിക്കാൻ തുടങ്ങിയപ്പം നീ പറയുന്നു നിൻ്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു, ഞങ്ങൾ നിന്നെയും ക്രൂശിക്കാൻ പോവാം. അവൻ പറഞ്ഞു, എനിക്കൊരപേക്ഷയുണ്ട്. ദയവായിട്ട് എന്നെ തല കീഴായിട്ട് ക്രൂശിക്കണേ. കാരണം തലമേലെ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് അവനെ തല കീഴായിട്ട് ക്രൂശിച്ചു. ഇവർക്ക് നിത്യതയിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? അവരുടെ മൂല്യബോധ്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ, ഈ ഭൂമിയിലുള്ളവരുടെ ജീവിതം പോലും അവർക്ക് പ്രധാനപ്പെട്ടതായിരുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുക, അവർക്ക് വലിയൊരു പേരുണ്ടാക്കുക ആയിരുന്നില്ല. ഒരു നല്ല സഭയുടെ ഭാഗമായിരിക്കുക, ഒത്തിരി പണമുണ്ടാക്കുക, ദൈവത്തിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഒരാളെന്നുള്ള പേരുണ്ടാക്കുകയുമായിരുന്നില്ല. ആർക്കാണിത് വേണ്ടിയത്? യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ മുമ്പന്മാരായ അനേകർ പിൻപന്മാരാകും. നമ്മുടെ മൂല്യബോധ്യം നാം വ്യത്യാസപ്പെടുത്തണം. സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ നാം ദൈവത്തെ സ്തുതിക്കാനായിട്ട് പഠിക്കണം. ഞാൻ ശ്രമിക്കുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ. കാരണം എനിക്ക് സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കണം. പണത്തോടുള്ള എൻ്റെ മനോഭാവം എനിക്ക് മാറ്റണം. ആ സ്വർഗീയ മനോഭാവം എനിക്ക് വേണം. നിങ്ങൾക്ക് അറിയാമോ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു വ്യത്യാസം? അവിടെ എവിടെയാണ് സ്വർണം? ഈ ഭൂമിയിൽ സ്വർണം നിങ്ങൾ എവിടെയാണ് കാണുന്നത്? സാധാരണ ആളുകളുടെ തലയിലാണ്, അല്ലെങ്കിൽ അവരുടെ കഴുത്തിലോ കയ്യിലോ ഒക്കെയാണ്. എന്നാൽ സ്വർഗത്തിൽ എവിടെയാണ്? നിങ്ങൾക്ക് എത്ര പേർക്ക് അതേപ്പറ്റി അറിയാം? സ്വർഗത്തിൽ സ്വർണ്ണമുണ്ട്. അതെവിടെ കാണുന്നതെന്നറിയാമോ? അവിടുത്തെ റോഡുകളിലാണ്, നമ്മുടെ കാലിന് കീഴെ. നിങ്ങൾക്കറിയാമോ, ഒരു സ്വർഗീയൻ തൻ്റെ കാലിന് കീഴിൽ ഇപ്പോൾ സ്വർണം സൂക്ഷിക്കാൻ അറിയുന്നവൻ ആണ്. സ്വർണം നിങ്ങളുടെ കാൽ കീഴാണോ? എങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾ ഒരുക്കമുള്ളവനാണ്. അതിപ്പോഴും നിൻ്റെ തലയിലാണെങ്കിൽ, സഹോദര, നീ പെട്ടെന്ന് നിൻ്റെ തലയിൽ നിന്ന് നിൻ്റെ കാൽ കീഴിലേക്ക് അതിടുക. അത് പകുതി താഴോട്ടിറങ്ങി നിൻ്റെ കയ്യിലോ അല്ല, നിൻ്റെ കാലിനടിയിലായിരിക്കണം. നിൻ്റെ കാൽ വിരലേലും അല്ല, നിൻ്റെ കാലിന് കീഴിലായിരിക്കണം. അവിടെയാണ് എൻ്റെ സ്ഥാനം. ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെന്നെ കർത്തൃത്വം ചെയ്യുന്നില്ല. അത് വളരെ പ്രയോജനമുള്ളൊരു ദാസനാണ്, എന്നാൽ നല്ലൊരു യജമാനല്ല. എനിക്കിതിനോടെല്ലാം യേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു.